പ്ലാസ്റ്റിക് ഹൃദയം. എഴുതിയത് MK ചാന്ദ്രാജ്. ജനനം മുതൽ മരണം വരെ ഉണർവിലും ഉറക്കത്തിലും സദാ ജാഗരൂകമായി ലപ്ടപ്പ് ലപ്ടപ്പ് എന്ന് മിടിച്ചുകൊണ്ടിരിക്കുന്ന അവയവം. ഹൃദയത്തെപ്പറ്റി ഇത്തരമൊരു ലളിതവൽക്കരണം ഹൃദയശൂന്യർക്കേ നൽകാനാവൂ. ശരീരത്തിലെമ്പാടും ജീവരക്തം എത്തിക്കാൻ പെടുന്ന പാട്. ഹൃദയാലുവായ ഈ ഹൃദയമില്ലായിരുന്നെങ്കിൽ കപടലോകത്തിൽ ആത്മാർത്ഥമായ ഹൃദയം പരാജയമായി എണ്ണിയ സഹൃദയനായ ഒരു കവി നമുക്കുണ്ടായിരുന്നു. പ്ലാസ്റ്റിക് ഹൃദയത്തിന്റെ ആഗോള പേറ്റന്റ് കരസ്ഥമാക്കിയ മൾട്ടിനാഷണൽ കമ്പനിയുടെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിന് മുന്നിൽ ഇരിക്കുമ്പോൾ അയാളുടെ ചിന്തകൾ കാടും മേടും കയറുകയായിരുന്നു. എക്സിക്യൂട്ടീവ് വാക്കുകൾ കൊണ്ട് സമർത്ഥമായി വല തീർക്കാൻ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. നോക്കൂ മിസ്റ്റർ സഹൃദയകുമാർ, നിങ്ങളുടെ ഈ ഓഫീസിൽ പലർക്കുമുണ്ടല്ലോ പലതരം ഹൃദയ സംബന്ധിയായ രോഗങ്ങൾ. താങ്കൾക്കും ഇത്തരത്തിലൊരെണ്ണം ഏത് നിമിഷവും പിടികൂടാമല്ലോ. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്. എത്ര നിസ്സാരമട്ടിൽ അയാൾ സംസാരിക്കുന്നു. ലക്ഷോപലക്ഷം ജീവകോശങ്ങളാൽ നിർമ്മിതമായ ഈ അവയവത്തെ പ്ലാസ്റ്റിക് കൊണ്ട് നിഷ്പ്രയാസം റീപ്ലേസ് ചെയ്യുക. ക്രിസ്ത്യൻ ബെർണാഡിന്റെ കാലത്ത് പ്ലാസ്റ്റിക് ഹൃദയം ഉണ്ടായിരുന്നെങ്കിൽ വളരെ ക്ലേശിച്ച് മറ്റൊരാളിന്റെ ഹൃദയം മാറ്റിവെക്കുമായിരുന്നില്ല. സാധാരണ ഹൃദയം എത്രമാത്രം പൊല്ലാപ്പാണ്. ഉയർന്നതും താഴ്ന്നതുമായ രക്തസമ്മർദ്ദ തന്ത്രങ്ങൾ കൊണ്ടുള്ള ബുദ്ധിമുട്ട്, കൊളസ്ട്രോൾ കൂടിയാലുണ്ടാകുന്ന മാരകാവസ്ഥ, വാൽവുകളുടെ തകരാറുകൾ, ബ്ലോക്കുകൾ, മൈൽഡ് മാസീവ് അറ്റാക്കുകൾ, അങ്ങനെ എത്ര തരത്തിൽപ്പെട്ടവ. അവയെല്ലാം ചികിത്സിക്കാനുള്ള ചെലവ് സാധാരണക്കാർക്ക് താങ്ങാനാവുമോ? എക്സിക്യൂട്ടീവിന്റെ വാക്കുകൾ സഹൃദയകുമാറിന്റെ ഹൃദയത്തിൽ തറച്ചുകൊണ്ടേയിരുന്നു. കൗമാരത്തിൽ ഹൃദയരക്തം കൊണ്ട് എഴുതിയ പ്രണയലേഖനങ്ങൾ ഓർമ്മ വന്നു. അന്നത്തെ അതേ ഹൃദയം തന്നെയല്ലേ തൻ്റെ ഉള്ളിൽ ഇപ്പോഴും? അതേ ഹൃദയം തന്നെ. പണ്ടത്തെ പോലെ നിന്നെ ഇപ്പോഴും ഹൃദയപൂർവ്വം സ്നേഹിക്കുന്ന ആ പഴയ ഹൃദയം. ഒരു സന്ധ്യാവേളയിൽ പാതയോരത്തെ കശുമാവിൻ ചോട്ടിൽ വെച്ച് വിട പറഞ്ഞ കാമുകിയെ നോക്കി നീ പറഞ്ഞില്ലേ, നീ പോയാൽ ഞാൻ ഹൃദയം പൊട്ടി മരിക്കുമെന്ന്. ആ ഹൃദയം തന്നെ. ഹൃദയ നൊമ്പരത്തോടെ ഉരുവിട്ടത് അയാൾ കേട്ടില്ല. ഗോൽഗൊത്ത മലയിൽ ഹൃദയത്തിൽ ആണിതറഞ്ഞ് ചോരയൊലിക്കുന്ന ക്രൂശിതന്റെ രൂപം കൺമുന്നിലുള്ളതുപോലെ അയാൾക്ക് അനുഭവപ്പെട്ടു. അയാൾ സംശയനിവൃത്തിക്കായി ചോദിച്ചു, ഇത്തരം പൊല്ലാപ്പുകളൊക്കെ ഒഴിവാക്കാം എന്നാണോ പറഞ്ഞു വരുന്നത്? എക്സിക്യൂട്ടീവിന്റെ പ്രതികരണം വളരെ പെട്ടെന്നായിരുന്നു. എക്സാക്ട്ലി. കണ്ടിട്ടില്ലേ ടെൻഷൻ ഫ്രീ ഹാർട്ട് എന്ന ഞങ്ങളുടെ പരസ്യചിത്രം? ലോകസുന്ദരിയായ ആ ബോളിവുഡ് താരം അതിൽ അത്ര സെക്സിയായി അഭിനയിച്ചത് പലരും വിമർശിച്ചു. നോക്കൂ മിസ്റ്റർ, നല്ല ഹൃദയമുള്ളവർക്കേ 100% സെക്സിയാവാനും കഴിയൂ. ടിവിയിലൂടെ പലതവണ കണ്ടിട്ടുണ്ട്. എങ്കിലും അതിന്റെ പൂർണ്ണ രൂപം മനസ്സിലാവുന്നത് ഇപ്പോൾ മാത്രമാണ്. കാര്യങ്ങളുടെ ഒരു ത്രിമാന ചിത്രമാണ് ഇപ്പോൾ തെളിയുന്നത്. പക്ഷേ എനിക്കിപ്പോൾ അസുഖമൊന്നുമില്ലല്ലോ. തികച്ചും തെറ്റായ അശാസ്ത്രീയമായ നിലപാടാണിത്. രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ രോഗം വരാതെ നോക്കുന്നത്? അസുഖം പിടിപെട്ടാൽ പിന്നെ അതിന്റെ ട്രീറ്റ്മെന്റ്, ആൻജിയോഗ്രാം, പേസ് മേക്കർ, ബൈപ്പാസ്, എന്തൊക്കെ തലവേദനകൾ. സഹൃദയകുമാറിന്റെ മുഖഭാവം സശ്രദ്ധം നോക്കിയിട്ട് തുടർന്നു. ചിലപ്പോൾ ഫെയ്റ്റൽ ആണെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല. ഞങ്ങളുടെ ക്ലയൻസിൽ 90% ഇത്തരക്കാരാ. ബൈ ദ ബൈ, തേർഡ് വേൾഡ് കൺട്രീസിലാണ് ഞങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. വൈവിധ്യം നിറഞ്ഞ ഹൃദ്രോഗങ്ങൾ ഏറിയ കൂറും അത്തരം രാജ്യങ്ങളിലാണ്. ഇത്തരം രാജ്യങ്ങളെ രോഗവിമുക്തമാക്കുക എന്നത് ഞങ്ങളുടെ പ്രധാന ലക്ഷ്യമാണ്. ക്യാൻസർ, എയ്ഡ്സ് എന്നിവ ആദ്യമായി ഇല്ലാതാക്കേണ്ടത് 3ാം ലോക രാജ്യങ്ങളിൽ നിന്നാണ്. ഇവിടങ്ങളിൽ ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ ഞങ്ങൾ നടത്തുന്നതും അതുകൊണ്ടാണ്. ചിലർ വിമർശിക്കും പോലെ ഇവിടുത്തുകാരെ ഞങ്ങൾ ഗിനിപ്പന്നികളായി കണക്കാക്കിയിട്ടില്ല പോലും. ന്യൂയോർക്കിൽ എയ്ഡ്സിന്റെ മരുന്ന് പരീക്ഷിക്കുന്നത് അവിടുത്തെ അനാഥാലയത്തിലെ പിഞ്ചുകുഞ്ഞുങ്ങളിൽ. 3ാം ലോക രാജ്യങ്ങളിൽ പിന്നെ എന്തൊക്കെയാവും നടക്കുക? ഇയാൾ നമ്മെ വഞ്ചിക്കും. എക്സിക്യൂട്ടീവിന്റെ വലയ്ക്കുള്ളിൽ അയാൾ എത്ര വേഗമാണ് വീഴുന്നത്. ഹൃദയവിചാരം സഹൃദയകുമാർ അറിഞ്ഞതേയില്ല. അയാൾ ഓർത്തത് ചെലവിനെ കുറിച്ചാണ്.
പ്രൊവിഡന്റ് ഫണ്ടിന്റെ ലോണിന് അപേക്ഷിച്ചാൽ തുക ഒത്തു വന്നേക്കും. വിദേശക്കടം വാങ്ങാൻ വേണ്ടി ഓഫീസ് ജീവനക്കാരുടെ എണ്ണവും അവരുടെ ശമ്പളവും വെട്ടിക്കുറയ്ക്കുന്നത് കൊണ്ടുള്ള അനിശ്ചിതകാല പണിമുടക്കു സമരത്തിൽ പങ്കെടുത്തതിനാൽ ഈ മാസം ഇതുവരെ ശമ്പളം കിട്ടിയിട്ടില്ല. സർക്കാർ പല ന്യായങ്ങളും നിരത്തുന്നു. ഭാര്യയുടെ കെട്ടുതാലി ലേലം ചെയ്യുമെന്ന ബ്ലേഡ് കമ്പനിയുടെ അവസാന ഭീഷണി കീശയിൽ ഇരിപ്പുണ്ട്. എങ്കിലും ഈ പ്രലോഭനത്തെ അതിജീവിക്കാൻ വയ്യ. എക്സിക്യൂട്ടീവിന്റെ ശബ്ദം അയാളെ ഉണർത്തി. ഓർഡർ നൽകിക്കഴിഞ്ഞാൽ പിന്നെയെല്ലാം വളരെ വേഗം നടക്കും. ഞങ്ങളുടെ പാനലിലുള്ള ഹോസ്പിറ്റലിൽ ഏതെങ്കിലും ഒന്നിൽ ട്രാൻസ്പ്ലാന്റേഷനുള്ള സൗകര്യം ഉണ്ടാവും. ചിലവ് താരതമ്യേന കുറവാണ്. ഡെവലപ്ഡ് കൺട്രീസിൽ ഇതിന്റെ ചിലവ് $1000 ആണെങ്കിൽ മൂന്നാം ലോക രാജ്യങ്ങളിൽ വളരെ കുറയും. ഇന്ത്യയിൽ 25,000 രൂപയേ ചാർജ് ഉണ്ടാവുള്ളൂ. ഹോസ്പിറ്റൽ ഫീ ഒരു 5,000 കൂടിയായാൽ എല്ലാം ഭംഗിയായി കഴിയും. എക്സിക്യൂട്ടീവ് ഒന്ന് നിർത്തി. സഹൃദയകുമാറിന്റെ ആത്മവിശ്വാസം ഉറപ്പിച്ചുകൊണ്ട് തുടർന്നു. 2 മണിക്കൂർ കൊണ്ട് ഓപ്പറേഷൻ കഴിയും. ഏറിയാൽ ഒരാഴ്ചത്തെ വിശ്രമം. പിന്നെ യു ആർ ആസ് ഫ്രീ ആസ് എയർ. നോക്കൂ, അങ്ങനെ ഒരു അവയവത്തെ പറ്റി പിന്നെ ചിന്തിക്കുകയേ വേണ്ട. ആജീവനാന്തം അത് മിടിച്ചുകൊണ്ടേയിരിക്കും, അനവരതം, അനുസ്യൂതം. അരുതേ, ഇതൊക്കെ പണം പിടുങ്ങാനുള്ള അടവുകളാണ്. ഹൃദയശൂന്യനാണ് ഇയാൾ. ഈ കെണിയിൽ വീഴരുതേ, ഹൃദയം വിലപിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അതിനെ ഒരസുഖവും ബാധിക്കുകയില്ലെന്നാണോ? സഹൃദയകുമാറിന്റെ സംശയത്തിന് കീഴടങ്ങലിന്റെ പതർച്ച കലർന്നിരുന്നു. നെവർ. ട്രാൻസ്പ്ലാന്റ് ആൻഡ് ഫൊർഗെറ്റ് ഇറ്റ്. ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ടല്ലോ, ക്ഷുദ്രം ഹൃദയ ദൗർബല്യം എന്ന്. അത്തരത്തിലുള്ള ഹൃദയ ദൗർബല്യങ്ങളൊന്നും പിന്നെ അലോസരപ്പെടുത്തുകയേയില്ല. സഹതാപം, ദയ, കാരുണ്യം തുടങ്ങിയ ചപല വികാരങ്ങൾ പ്ലാസ്റ്റിക് ഹൃദയത്തെ ബാധിക്കില്ല. പുത്തൻ ലോകക്രമത്തിനു പറ്റിയ ഹൃദയം ഇതുതന്നെയല്ലേ? മാത്രമോ, ഈ അവയവത്തിന്റെ പണിമുടക്കു കാരണം മരണമുണ്ടാവില്ല. മറ്റെല്ലാ ഓർഗൻസും ശരിയായി പ്രവർത്തിച്ചാൽ മരണം തന്നെ ചിലപ്പോൾ വഴിമാറും. എക്സിക്യൂട്ടീവ് വല ദൃഢമാക്കിക്കൊണ്ടേയിരുന്നു. മറ്റ് ഓർഗൻസിനും കൂടി പ്ലാസ്റ്റിക് പതിപ്പുകൾ ഉണ്ടായാൽ ഹൗ ഫാന്റാസ്റ്റിക്! സഹൃദയകുമാർ ആനന്ദത്തിൽ ആറാടി. ഇപ്പോൾ ഹൃദയം, ഭാവിയിൽ പ്ലാസ്റ്റിക് കരൾ, വൃക്ക, തലച്ചോർ, അങ്ങനെ. ശൈശവ ബാല്യ കൗമാരങ്ങൾ, ഉയർച്ചയിലും താഴ്ചയിലും നിന്നോടൊപ്പം പങ്കിട്ട അനുഭവങ്ങൾ, എനിക്ക് മാത്രം അറിയാവുന്ന നിന്റെ ഹൃദയരഹസ്യങ്ങൾ ഒക്കെയും അവഗണിക്കുക. ഹൃദയത്തിന്റെ ഹൃദയമിടിപ്പ് ഉച്ചസ്ഥായിയിലായി. തിരസ്കരിക്കപ്പെട്ട ജീവിത പങ്കാളി എന്ന പോലെ അത് ഉറക്കെ തേങ്ങിക്കരയുന്നുണ്ടായിരുന്നു. പാലാഴി കടയുക, അമൃതെടുത്തു കുടിക്കുക. ഇമാതിരി ക്ലേശങ്ങളില്ലാതെ അമരത്വം കൈവരുക. പണ്ട് അമൃത് കൈക്കലാക്കിയ ദേവന്മാരുടെ കണ്ണിയാണ് ഈ മൾട്ടിനാഷണൽ കമ്പനിയുടെ എക്സിക്യൂട്ടീവ് എന്ന് സഹൃദയകുമാർ വിശ്വസിച്ചു. തന്റെ കൺമുന്നിലിരിക്കുന്ന എക്സിക്യൂട്ടീവിന്റെ ഉടലിനു ചുറ്റും ദൈവീകമായ പ്രകാശവലയം രൂപം കൊള്ളുന്നത് അയാൾക്ക് അനുഭവപ്പെട്ടു. ആ വലയം തന്നെ ഗ്രസിച്ചു കഴിഞ്ഞിരിക്കുന്നു. എക്സിക്യൂട്ടീവിന്റെ സമ്മതിപത്രത്തിൽ സഹൃദയകുമാർ ചാർത്തിയ ഒപ്പിന്റെ മഷി ഉണങ്ങും മുമ്പ് അയാളുടെ ഇരുൾ മൂടിയ ഹൃദയം സങ്കടം കൊണ്ട് വീർപ്പുമുട്ടുകയും ഏലി ഏലി ലമാസദ് ബസ്താനി എന്ന അലറി വിളിച്ചുകൊണ്ട് പണിമുടക്കിൽ ഏർപ്പെട്ട് നിശ്ചലമാവുകയും ചെയ്തു. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്തിനെന്നെ കൈവടിഞ്ഞു എന്ന യേശുവിന്റെ അന്ത്യവിലാപം. കാര്യമായൊരു ഇടപാട് നടന്നതിന്റെ സന്തോഷം അടക്കാനാവാതെ എക്സിക്യൂട്ടീവ് അടുത്ത ഇരയെ തേടി നടന്നു കഴിഞ്ഞിരുന്നു.